എനിക്കിന്നൊന്ന് റാന്നി വരെ പോകണം. അങ്ങനെ രാവിലെ ഞാൻ കിട്ടും വണ്ടി എടുത്ത് വീട്ടിൽ നിന്ന് ഇറങ്ങി ബസ്സിനാണ് പോയത്. പിന്നെ തിരുവല്ല ചെന്നിട്ട് വേറെ ബസ് കയറി റാന്നിക്ക് പോകണം. അങ്ങനെ നേരെ ബസ്സിൽ കയറി പകുതി വഴിയായിട്ട് കണ്ടക്ടർ വന്നപ്പോൾ ഞാനൊന്ന് സന്തോഷിച്ച് ടിക്കറ്റ് എടുക്കേണ്ട പറ്റിക്കാം. അവസാനം കണ്ടക്ടർ വന്നു. അതിൻ്റെ വിഷമം എൻ്റെ മുഖത്ത് കണ്ടത്. അങ്ങനെ തിരുവല്ല സ്റ്റാൻഡിൽ വന്ന് എൻ്റെ ഒരു കൂട്ടുകാരി വരും. അവൾക്ക് വേണ്ടി പോസ്റ്റാണ് ഞാൻ. അവൾ പിന്നെ വന്നു നേരെ ബസ് കയറി റാന്നിക്ക് ചെന്നപ്പോഴേ താമസിച്ചതുകൊണ്ട് വീഡിയോസൊന്നും എടുത്തിട്ട് നേരെ എക്സാം ഹാളിൽ കയറി. എക്സാം കഴിഞ്ഞു, ലേറ്റായി. തിരിച്ച് രാത്രിയിലാണ് വന്നത് ലാസ്റ്റ് ബസ്സിന്. അങ്ങനെ ഞങ്ങൾ തിരുവല്ല സ്റ്റാൻഡിൽ വന്നിറങ്ങി. തിരുവല്ല സ്റ്റാൻഡിൽ വന്നുകൊണ്ട് ഞാൻ പറഞ്ഞു, ഡേ വിശക്കുന്നു, എന്നാ വിശപ്പം വെച്ച് നടക്കണ്ട, നമുക്ക് കഴിച്ചേക്കാം എന്ന് പറഞ്ഞ് സ്റ്റാൻഡിൻ്റെ നേരെ ഓപ്പോസിറ്റുള്ള തട്ടുകൾ കയറി ദോശ കഴിച്ചു. എന്നിട്ട് ഭയങ്കര റിവ്യൂ പറച്ചിലാണ് ഗൈസ് ഈ കാണുന്നത്. വലിയ ഫുഡ് ബ്ലോഗറാണെന്നാണ് വിചാരം. ചുമ്മാതാ എൻ്റെ കുഴപ്പമില്ല, എൻ്റെ അയലത്തൊക്കെ വന്നു. അങ്ങനെ നേരെ ഫുഡൊക്കെ കഴിച്ചു. ആലപ്പുഴ ബസ്സിന് കയറി നേരെ വീട്ടിലേക്കാണ് പോകുന്നത്. അങ്ങനെ അപ്പം എന്നെ പപ്പ വിളിക്കാൻ വന്നു. അങ്ങനെ ചച്ചിലൂടെ ഞാൻ നേരെ വീട്ടിലേക്ക് പോവുകയാണ്. അങ്ങനെ വീട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ രാവിലെ ഇറങ്ങിയിട്ടുണ്ടാക്കിയ നല്ല ടയേർഡാണ്. ഞാൻ പോയി കിടന്നുറങ്ങട്ടെ, നിങ്ങളും പോയി കിടന്നുറങ്ങിക്കോ. ഗുഡ് നൈറ്റ്.